ഖുർആനിൽ വിവരിച്ച നിരവധി കഥകളിലൊന്നാണ് ഇമ്രാന്റെയും മകൾ മറിയം ബീവിയുടെയും ചരിത്രം. ഇസ്ലാമിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന സ്ത്രീയാണ് മറിയം ബിൻത് ഇമ്രാൻ. ഖുർആനിൽ പരാമർശിച്ച ഒരേ ഒരു സ്ത്രീയാണവർ. ഖുർആനിൽ മറിയം ബീവിക്കായി സൂറത്തുൽ മറിയം തന്നെ അള്ളാഹു അവതരിപ്പിച്ചു. ബനു ഇസ്രായേലിലെ ദമ്പതികളായ ഇമ്രാനും ഭാര്യ ഹന്നയും ഒരു കുഞ്ഞുണ്ടാവാൻ ഏറെ കൊതിച്ചു. തനിക്കൊരു കുട്ടിയെ നൽകണമെന്ന് ഹന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവനെ വളർത്തി അള്ളാഹുവിന്റെ സേവനത്തിനായി സമർപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി. അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. അവർ അവൾക്ക് മറിയം എന്ന് പേരിട്ടു. തനിക്കൊരു മകൻ ജനിക്കുമെന്നായിരുന്നു ഹന്ന വിശ്വസിച്ചിരുന്നത്. അതിനാൽ തന്നെ മകളെ എങ്ങനെ ആരാധനാലയത്തിൽ ഒറ്റക്കയക്കുമെന്ന് ആശങ്കയിലായി. അവരുടെ അമ്മാവൻ സക്കരിയ അലൈഹിസ്സലാം താൻ മതപ്രഭാഷണം നടത്തുന്നിടത്ത് മറിയത്തെ പരിപാലിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് മറിയം ബീവി ബൈത്തുൽ മുഖദ്ദസിൽ വളർന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്ത് മറിയം ബീവിക്കായി മിഹ്റാബ് നിർമ്മിച്ചു. മറിയം ബീവിയുടെ മാതാപിതാക്കൾ മരണമടഞ്ഞപ്പോൾ സക്കരിയ നബി ബീവിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. ബൈത്തുൽ മുഖദ്ദസിലെ മുറിക്കുള്ളിൽ 3 നേരം ബീവിക്കായി ഭക്ഷണം എത്തിച്ചത് സക്കരിയ അലൈഹിസ്സലാമായിരുന്നു. ഒരിക്കൽ സക്കരിയ നബി അവരെ സന്ദർശിച്ചപ്പോൾ ബീവിയുടെ മുന്നിൽ വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടു. നബി ചോദിച്ചു, "ഓ മറിയമേ, നിനക്കെങ്ങനെ ഈ ഭക്ഷണം കിട്ടി?" "അള്ളാഹുവിൽ നിന്ന്. ഇതെന്റെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് കൊടുത്തുവിട്ടതാണ്." മറിയം ബീവി മറുപടി പറഞ്ഞു. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് അളവില്ലാത്ത കാര്യങ്ങൾ നൽകുന്നു. ഭൂമിയിൽ നിന്നു തന്നെ സ്വർഗത്തിലെ ഭക്ഷണം രുചിച്ചവരാണ് മറിയം ബീവി. മറിയം വളർന്നപ്പോൾ ഒരു ദിവസം അള്ളാഹു അവരുടെ അടുക്കലേക്ക് പുരുഷവേഷത്തിൽ ഒരു മലക്കിനെ അയച്ചു. അത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. അവർ ആദ്യം ഭയന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, "ഞാൻ നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നിരിക്കുന്നു. നിനക്കൊരു പുത്രൻ ജനിക്കും. അവന്റെ പേര് ഈസ എന്നായിരിക്കും. അവൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരാളാണ്." ആശയക്കുഴപ്പത്തിലും ആശങ്കയിലും ബീവി മലക്കിനോട് ചോദിച്ചു, "ഭർത്താവില്ലാതെ തനിക്കെങ്ങനെ ഒരു മകൻ ജനിക്കും? അള്ളാഹുവിന് എന്തും സൃഷ്ടിക്കാൻ എളുപ്പമാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി." താമസിയാതെ മറിയം ബീവി അവരുടെ കുറച്ച് സാധനങ്ങളുമായി കുഞ്ഞിനെ പ്രസവിക്കാനായി പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മറിയത്തിന് ഒരു ആൺകുഞ്ഞ് പിറന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അവരോട് അവരിരിക്കുന്ന ഈന്തപ്പനയിലെ ഈത്തപ്പഴം തിന്നാനും അവരുടെ അടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാനും പറഞ്ഞു. ശേഷം ബീവിയോട് വീട്ടിലേക്ക് മടങ്ങാൻ പറഞ്ഞു. എന്നാൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ നിന്നും അവരെ വിലക്കി. ബലം കൂടിയപ്പോൾ അവർ കുഞ്ഞിനെ കയ്യിലെടുത്ത് നഗരത്തിലേക്ക് ചെന്നു. ആളുകൾ ചുറ്റും കൂടി. "എങ്ങനെ കുഞ്ഞിനെ കിട്ടി?" എന്ന് ചോദിച്ചു. ബീവി ഒന്നും മിണ്ടാതെ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചു. ആളുകൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞങ്ങൾ എങ്ങനെ ഒരു കുഞ്ഞിനോട് സംസാരിക്കും?" അപ്പോൾ കുട്ടിയായ ഈസ പറഞ്ഞു, "ഞാൻ തീർച്ചയായും അള്ളാഹുവിന്റെ ദാസനാണ്. അവൻ എനിക്ക് വെളിപാട് നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും എവിടെ ഇരുന്നാലും അവൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കാനും ദാനം ചെയ്യാനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്റെ മാതാവിനോട് ദയ കാണിച്ചിരിക്കുന്നു. ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നുവെന്നും ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണെന്നും എല്ലാവരും മനസ്സിലാക്കി." മറിയം ബീവി ഒരുപാട് പ്രത്യേകതകളുള്ള സ്ത്രീയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമ്രാന്റെ മകളായ മറിയം സ്ത്രീകളിൽ ഏറ്റവും മികച്ചവളായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഖുർആനിൽ ബീവിയുടെ അത്ഭുതകരമായ ജനനത്തിന്റെ കഥയും അള്ളാഹുവിനോടുള്ള ഭക്തിയും അചഞ്ചലമായ വിശ്വാസവും വിവരിക്കുന്നുണ്ട്. മറിയം ബിൻത് ഇമ്രാൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും വിശുദ്ധിയുടെയും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവായും ഭക്തിയോടെ അനുസരണയുള്ളവരിൽ ഒരാളുമായിട്ടാണ് ഖുർആനിൽ ബീവി വിവരിക്കപ്പെടുന്നത്. അവർ തന്റെ വിശ്വാസം പരിപൂർണമാക്കുകയും ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ എങ്ങനെ അള്ളാഹുവിൽ തവക്കൽ ഉണ്ടായിരിക്കണമെന്നും ഭക്തിയിലും ആരാധനയിലും എങ്ങനെ മികവ് കാണിക്കണമെന്നും നമുക്ക് കാണിച്ചു തന്നു.